പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം കർത്താവിൻ്റെ ശ്രേഷ്ഠവചനവുമായി ഒരിക്കൽ കൂടി ലൈറ്റ് വിഷൻ TV-യിലൂടെ നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദേവദാസൻ പാസ്റ്റർ തോമസ് തെക്കിനിടത്തും തൻ്റെ കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി കടപ്പാട് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ മിനിസ്ട്രിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 2021 ആരംഭം കാണുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകിയതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ നിലനിർത്തിയ വലിയ ദയക്കായി കർത്താവിന് അധരങ്ങളെ തുറന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് ഇടപെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. 2020 ആമേൻ മനുഷ്യർ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളിൽ കൂടെ ആമേൻ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ കടന്നു വന്നു. പക്ഷേ അതിന്റെ നടുവിലും ജീവനോടെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്ന ആ വലിയ ദയയെ ഓർത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദാവീദ് പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് ദാവീദ് അവിടെ പറയണമെങ്കിൽ ആമേ ഉപകാരങ്ങൾ മറന്നു പോകുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യയാണ് ഈ 2021 ആരംഭത്തിൽ നാം നിൽക്കുന്നത്. പലരും ആമേ കർത്താവ് നടത്തിയ വിധങ്ങളും ദൈവം പുലർത്തിയ വിധങ്ങളും കൊണ്ടുവന്ന ദൈവത്തെ ചേറ്റിൽ നിന്ന് കുപ്പയിൽ നിന്ന് ഹല്ലേലൂയ ആർക്കും വേണ്ടാതെ കിടന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കരം പിടിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേൽ നിർത്തിയ ആ കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ആരാധിപ്പാനും നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് കർത്താവ് ഒരു അവസരം തന്നതിനെ ഓർത്തുകൊണ്ട് ഈ രാത്രികാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസ്ഥൽ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. നിങ്ങളെ ആമേൻ ചിന്തകളെ അറിയുന്ന ദൈവമാണ്. നിങ്ങളുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണ്. ഏത് പ്രശ്നമാകട്ടെ, ഏത് വലിയ പ്രതികൂലമാകട്ടെ, അതിന്റെ നടുവിലും തളർന്നു പോകാതെ വണ്ണം പാമെ കരം പിടിക്കുന്ന ഒരു പരിശുദ്ധാത്മ നമ്മോട് കൂടെ ഉണ്ട്. അതിന്റെ നടുവിൽ നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ഈ രാത്രികാലം പരിശുദ്ധാത്മ നിങ്ങളോട് സംസാരിക്കുക. ഞാൻ ഇന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് ഹൃദയം കലങ്ങിപ്പോകുന്ന അനുഭവങ്ങളിൽ കൂടെ പലവിധമായ പ്രശ്നങ്ങൾ നമ്മെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റു വരും. പക്ഷേ ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് 2021 രണ്ടാമത്തെ ദിവസം രാത്രികാലം ദൈവാത്മാവ് ശക്തമായി ആമേൻ പറയുവാൻ പറഞ്ഞ ഒരു ആലോചന എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹൃദയം എന്ന് പറയുന്നത് ആമേൻ എല്ലാ മനുഷ്യരുടെയും ആമേൻ ജീവന്റെ ഉത്ഭവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ആമേൻ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ആമേൻ ഹൃദയത്തിലെ ചിന്തകളെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ഹൃദയത്തിലെ വിഷമങ്ങളെയും പുറത്തുള്ള ആർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. പക്ഷെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വിങ്ങിപ്പൊട്ടുന്ന വിഷമങ്ങളും അടക്കി ഒതുക്കി ഇരുന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചും സന്തോഷിച്ചും അഭിനയിച്ച് ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ആമേൻ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആമേ ഉൾത്തളങ്ങൾ ആമേ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, അവൻ നെടുവീർപ്പെട്ട് കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ തകർന്നു പോകത്തക്കവണ്ണം ആമേ ഹൃദയത്തിനകത്തു വേദനകൾ പിടിച്ച് ആമേ ലോകജാതിക്കാർ ചെയ്യുന്നറിയാമോ? ഹൃദയത്തിനകത്ത് സമനില തെറ്റുമ്പോൾ, ഹൃദയത്തിനകത്ത് വേദനകൾ തളം കെട്ടി നിൽക്കുമ്പോൾ അവർ തെരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനക്കാരൻ 34 അധ്യായം 18 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ ആമേൻ ഹല്ലേലൂയ ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ഈ 2021 ആരംഭ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിൽ നമുക്ക്
അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഹൃദയം എന്ന് പറയുന്നത് കലങ്ങുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. ഹൃദയം കലങ്ങിപ്പോകരുത്. എന്താ കലങ്ങിപ്പോകരുതെന്ന് യേശു കർത്താവ് ആമേൻ അവിടെ വെളിപ്പെടുത്തുവാൻ കാരണം, ഹൃദയം കലങ്ങിപ്പോയാൽ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയത്തില്ല. ഭൂമിയിൽ മുന്നോട്ടുള്ള ജീവിതം ആമേൻ ഭദ്രമായി കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ഹൃദയം ആമേൻ തകർന്നു പോയാൽ, ഹൃദയം കലങ്ങിപ്പോയാൽ, ഹൃദയം വേദന കൊണ്ട് നിരാശപ്പെട്ട് അവൻ ഉടഞ്ഞു പോയാൽ, ഹല്ലേലൂയ, ആമേൻ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. എത്ര വലിയ ആത്മീയരെന്ന് പറഞ്ഞാലോ, പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായാലോ, ഞാൻ ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ, പല പ്രശ്നങ്ങളുടെ നടുവിൽ ഹൃദയമുറുക്കത്തോടെ പലരും ആരോടും പറയാതെ വണ്ണം ആമേൻ നെടുവീർപ്പെട്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഹല്ലേലൂയ ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് ദൈവാത്മാവ് നിന്നോട് വിളിച്ചു പറയുക, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ രാത്രികാലം ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുക. ഹൃദയം നുറുങ്ങിയവരൊക്കെ യഹോവ സമീപസ്ഥനാ. ആ യേശു കർത്താവ് വിളിച്ചു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവൻ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അടുത്തവിടെ പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഓ ഹൃദയം കലങ്ങുന്ന ദൈവ പൈതലേ, ഹൃദയം തകർന്നിരിക്കുന്ന ദൈവ പൈതലേ, ഈ രാത്രികാലം വിളിച്ചു പറയുക, എന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആമേൻ. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് പറയുമായിരുന്നു. നിങ്ങൾ കലങ്ങണ്ട, നിങ്ങൾ ആമേൻ ഉടയണ്ട, നിങ്ങൾ തകരണ്ട. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഓ ഭവനമൊരുക്കുവാൻ വേണ്ടി ഒരുവൻ ഇതാ ഉയരങ്ങളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുമെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ ഇതാ മടങ്ങി വരുവാൻ സമയമാണ്. അവൻ സമയമായെന്ന് ഈ രാത്രികാലം വിളിച്ചു പറയാ. അതിന് മുന്നോടിയാണ് നാം ഇന്ന് കടന്നു പോകുന്ന ഈ മഹാവ്യാധിയുടെ നടുവിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ വരമിന്റെ ലക്ഷണങ്ങളാ അവൻ ലോകമെമ്പാടും വിളിച്ചു പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പേ. ഹൃദയം കലങ്ങിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയം തകർന്നു പോകുമ്പോൾ വിശ്വസിപ്പാൻ നമുക്കൊരു കർത്താവുണ്ട്. ആരും പറയാത്തൊരു വാഗ്ദത്തമാണ്. ഈ ലോകത്തിലെ ആർക്കും നൽകുവാൻ കഴിയാത്ത, ഈ ലോക ചരിത്രത്തിൽ ആർക്കും ഉറപ്പുകൊടുക്കുവാൻ കഴിയാത്ത ഒരു വാഗ്ദത്തമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ പിന്നെ കലക്കുവാനേ ഈ ലോകത്തിലെ ജന്മങ്ങൾക്ക് അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾക്ക് നാം വിശ്വസിച്ച് പറയുന്നവർക്ക് കഴിയത്തുള്ളൂ. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ആരിൽ വിശ്വസിക്കണം? മനുഷ്യനല്ല നാം വിശ്വസിക്കേണ്ടത്, ആമേൻ, മറിച്ച് നാം ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വസിക്കണമെന്നവിടെ പറയുമ്പോൾ അതിന് കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? അതിന്റെ കാരണം എന്ന് പറയുന്നത്, ആമേൻ, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമുക്ക് വസിക്കുവാൻ വേണ്ടി അവൻ വാസസ്ഥലം ഒരുക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവ് ഉറപ്പോടെ പറയുക, പുത്രനിൽ കൂടി ദൈവശബ്ദം കേൾക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവാത്മാവിന്റെ ഉള്ളത്തിലിട്ട ചിന്തകളാ ഈ രാത്രികാലം നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ആമേ, കലങ്ങുന്ന ഹൃദയം, ആമേ, നുറുങ്ങുന്ന ഹൃദയം, പലവിധമായ ഹൃദയങ്ങളെ ആമേ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, 72 തവണ ഇടിക്കുക ഒരു മിനിറ്റിൽ. ആമേൻ, സ്തോത്രം. 72 തവണ ഇടിക്കുന്ന ഒരു ഹല്ലേലൂയ യന്ത്രമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ആമേൻ, ഒരു തവണ അത് ഇടിക്കുമ്പോൾ സ്തോത്രം ഏകദേശം 140 ml രക്തമാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. സ്തോത്രം. ആമേൻ, 2 സ്തോത്രം രക്തക്കുഴലുകൾ, അശുദ്ധ രക്തവും ശുദ്ധ രക്തവും വഹിക്കുന്ന 2 രക്തക്കുഴലുകളോ, 4 ഹല്ലേലൂയ, ആ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഒരേ സമയം തന്നെ ഹല്ലേലൂയ ഒരു ഭാഗത്ത് രക്തം പുറത്ത് പമ്പ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് രക്തം ഹല്ലേലൂയ അകത്തോട്ട് പമ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പമ്പിംഗ് പവർ സ്റ്റേഷനാണ് ഹൃദയം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഹൃദയത്തെ അറിയുവാൻ അവൻ ഇതുവരെയും ഒരു മരുന്നുകൾക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിനും അവൻ കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ ദാവീദ് പറയുന്നു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ അവിടെ ക്ഷീണിച്ച ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ദാവീദ്.
ദാവീദ് പറയും, ഞാൻ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അപ്പോൾ ഹൃദയത്തിന് ക്ഷീണമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഹൃദയത്തിന് ക്ഷീണമുണ്ടാകും. സ്തോത്രം. ഈ ഹൃദയത്തിന് ക്ഷീണം വരുമ്പോൾ ദാവീദ് പറഞ്ഞാൽ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എങ്ങനെയാണ് ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയമുള്ള ദാവീദേ നിനക്ക് ആ യഹോവയെ വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് ഒരു ക്ഷീണം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ എത്ര പേർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും? ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തെ ആരാധിക്കും? ഹല്ലേലൂയ. ക്ഷീണം വരുമ്പോഴും, രോഗം വരുമ്പോഴും, നിന്ദകൾ വരുമ്പോഴും, പരിഹാസങ്ങൾ വരുമ്പോഴും നാം വെച്ചുമതിയാക്കുന്ന ഒരു കാര്യമാ പ്രാർത്ഥനയും ആരാധനയും എന്ന് പറയുന്നത്. പക്ഷേ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് യഹോവയോട് വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. നീ എവിടെ ഇരുന്നാലും ആ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തെ അറിഞ്ഞ്, ഹല്ലേലൂയ. വേറൊരു ഭാഗത്ത് പ്രകാരം ദാവീദ് പറഞ്ഞു, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയത്തെ ശോധന ചെയ്ത് വ്യക്തിപരമായി അറിയത്തക്കവണ്ണമുള്ള ഒരു ദൈവത്തെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അടുത്ത ദാവീദ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതോ എഴുന്നേൽക്കുന്നതോ നീ അറിയുന്നു. ഹല്ലേലൂയ. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാകുക. ഹല്ലേലൂയ. 4 വിധമായ കാര്യങ്ങൾ അവിടെ പറയുന്നത്. യഹോവേ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നാം സേവിക്കുന്ന യേശു കർത്താവ്, നാം ആരാധിക്കുന്ന യേശു കർത്താവ് നമ്മെ ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മെ ശോധന ചെയ്ത് അറിയുന്നു എന്ന് പറയുമ്പോൾ ചില ശോധനകളിൽ കൂടെ, ചില പരീക്ഷണങ്ങളിൽ കൂടെ, ചില വേദനകളിൽ കൂടെ, ചില നിന്ദകളിൽ കൂടെ, ചില പരിഹാസങ്ങളിൽ കൂടെ, ചില വേദനകളുടെ തീച്ചൂളയിൽ കൂടെ പരിശോധിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ഇത് ദൈവം അറിയുന്നില്ല എന്ന് ആരും പറയരുത്. ഇത് ദൈവം അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വരുന്നത്. എത്ര പേർ ആമേൻ പറയുന്നു? രിഗനഘടക ശമനഘടകസ്യ. ഇന്ന് നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സേവിക്കുന്ന, നാം ആരാധിക്കുന്ന യേശു കർത്താവ് നാം ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷമങ്ങളെയോ, എല്ലാ ഭാരങ്ങളെയോ, എല്ലാ വേദനകളെയും അറിയുന്ന ഒരു ദൈവമാണെന്ന് ഉറപ്പുള്ളവർ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആത്മാവിൽ ആരാധിച്ച്, ഞാൻ ഇന്ന് പോകുന്ന അനുഭവങ്ങൾ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന പദ്ധതികൾ, ഇന്ന് ആയിരിക്കുന്ന വിഷമങ്ങൾ, ഹല്ലേലൂയ, എല്ലാം എന്റെ കർത്താവ് അറിഞ്ഞിട്ടാണ്, എല്ലാം എന്റെ ദൈവം അറിഞ്ഞിട്ടാ. എന്റെ തലയിൽ നിന്നൊരു ഹല്ലേലൂയ മുടി നിലത്തു വീഴണമെങ്കിൽ ഉന്നതൻ അറിഞ്ഞത് സാധിക്കത്തുള്ളൂ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ഇതാ ആ ഭാഗങ്ങളിൽ തന്നെ 14-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം വ്യക്തമായി യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് വിളിച്ചു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അതിന്റെ 28-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്, ഞാൻ പോകുകയോ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. 2 പ്രാവശ്യം അവിടെ വ്യക്തമായി വിളിച്ചു പറയുക, ഞാൻ വരുവാൻ പോകുക. ഹല്ലേലൂയ. ഞാനിതാ മടങ്ങി വരുവാൻ പോകുക. നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് കലങ്ങി പോകരുത്, ഭ്രമിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും എന്നൊരു ഉറപ്പ് തന്നൊരു ദൈവം. ഹല്ലേലൂയ. ഇതിനപ്പുറം എന്ത് വാഗ്ദത്തമാണ് നമുക്ക് വേണ്ടത്? ഇതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത്? വെറുതെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് ഉറപ്പ് തന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിനകത്ത് ഭാരങ്ങളും വിഷമങ്ങളും ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. കർത്താവ് അറിയാതെ ഒന്നുമില്ല. സ്തോത്രം. ചില ഭാഗങ്ങൾ കൂടെ ദൈവാത്മാവ് എന്റെ ഉള്ളത്തിനകത്ത് കഴിഞ്ഞ ദിവസങ്ങൾ ദൈവദാസൻ പറഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവാത്മാവിനോട് കൃത്യമായി സംസാരിച്ച ചില വചനങ്ങളുണ്ട്. ഹൃദയം നുറുങ്ങിയ ചില വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. വാക്കിന്റെ മുമ്പിൽ ഒരു വ്യക്തിയുടെ ഹൃദയം ഇവിടെ കലങ്ങുക. സ്തോത്രം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം
ശുശ്രൂഷ ശക്തിപ്പെടുവാൻ കഴിയാത്തവണ് നിന്നെ മാനസികമായി തളർത്തുന്ന ചില ഈസബേലിന്റെ കെട്ടുകൾ ഈ രാത്രി കാലത്തെ ശുശ്രൂഷകളെ മുന്നോട്ട് വിടാതവണ് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക്, നിന്റെ ആത്മീയ സന്തോഷത്തിന്, നിന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് തടസ്സമായിരിക്കുന്ന ചില ഈസബേലിന്റെ വാക്കുകൾക്ക് ഹൃദയം കലങ്ങിയിരിക്കുന്ന വ്യക്തികളെ അവൻ ദൈവാത്മാവ് രാത്രി കാലം വിളിച്ചു പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഈസബേലിന്റെ വാക്ക് കേട്ട് നിങ്ങളുടെ ശുശ്രൂഷ മതിയാക്കരുത്. ദേശാധിപതി നിനക്ക് നേരെ നിന്നാലോ, പ്രതികൂലമായി എഴുന്നേറ്റാലോ, ദൈവാത്മാവിന്റെ നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ചിലതിനെ അഭിഷേകം ചെയ്യുക. മതിയെന്ന് പറഞ്ഞവരെ തട്ടി ഉയർത്തി ഹോരേബ് പർവ്വതം വരെ 40 ദിനരാത്രങ്ങൾ നടന്നു കയറത്തക്കവണ്ണം ആത്മശക്തി കൊടുത്ത് അയച്ച ദൈവ സാന്നിധ്യത്തെ രാത്രികാലം നീ മനസ്സിലാക്കണം. മതിയെന്ന് പറഞ്ഞ് അടച്ചു വയ്ക്കേണ്ട ശുശ്രൂഷയല്ല ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്നത്. വാക്കിന്റെ മുമ്പിൽ അടിയറ വെക്കേണ്ടതല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഈസബേലിന്റെ ചിരിയുടെ മുന്നിൽ, ഈസബേലിന്റെ വാക്കിന്റെ മുന്നിൽ, ഈസബേലിന്റെ അട്ടഹാസത്തിന്റെ മുന്നിൽ, ഈസബേലിന്റെ ഭീഷണിയുടെ മുന്നിൽ, ഈസബേലിന്റെ പരിഹാസത്തിന്റെ മുന്നിൽ തകർത്ത് കളയേണ്ടതല്ല ദൈവം തന്ന ശുശ്രൂഷ. ഹല്ലേലൂയ, ആമേൻ. വ്യക്തികളെ രാജാവിനെ അഭിഷേകം ചെയ്യുക, ഇതാ ഇരട്ടി പങ്ക് കൊടുക്കുവാൻ ഒരു എലീശയെ അഭിഷേകം ചെയ്യുക, ഇതാ ഒരു യേഹൂനെ അഭിഷേകം ചെയ്യുവാനാ ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, അതിന് മുന്നോട്ട് വിടാതെ വണ്ണം ഏത് വലിയ ഈസബേൽ നിന്റെ മുമ്പിൽ നിന്നാലോ, ഏത് വലിയ ഈസബേലിന്റെ വാക്ക് മുമ്പിൽ നിന്നാലോ പതറരുത്. വിശ്വാസത്തോടെ പറ. ഹല്ലേലൂയ, ഈസബേലും ആഹാബും ഒരുമിച്ച് നിന്നാലോ, ഹല്ലേലൂയ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ച് കളയുക, കൈവശപ്പെടുത്തുക. അവർ ഒരുമിച്ച് നിന്നു. ഹല്ലേലൂയ, അതുപോലെ പലരും നിനക്ക് നേരെ, ഏലിയാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നേരെ, നിന്റെ കുടുംബജീവിതത്തിന് നേരെ നിൽക്കുന്ന ചില മന്ത്രവാദത്തിന്റെ ശക്തികൾ, ആ വിചാരത്തിന്റെ ശക്തികൾ, ചില മേഖലകളുടെ ദൈവാത്മാവ് തീയക്കിയ ശുശ്രൂഷ മതിയെന്ന് പറയണ്ട, മതിയാക്കേണ്ടതല്ല. അവൻ നിന്നിൽ കൂടെ ചിലതിനെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുക, നിന്നിൽ കൂടെ ചിലതിനെ പാപത്തിന് വലിച്ചെടുക്കുക, നിന്നിൽ കൂടെ ഒരു അഭിഷേകം മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യത്തക്കവണ്ണം ദൈവാത്മാവിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈസബേലിന്റെ വാക്കിന്റെ മുന്നിൽ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, ഒരു ആഗാമിന്റെ വാക്കിന് മുമ്പിൽ അവൻ മരിച്ചാൽ മതി എന്ന് പറയരുത്. ഹല്ലേലൂയ, നമ്മൾ എത്ര തവണ പറഞ്ഞു കാണും, സ്തോത്രം, ഇതിനേക്കാളും മരിച്ചാൽ മതി. ഹല്ലേലൂയ, ഇതിനേക്കാളും കർത്താവേ എന്തിനായി പരീക്ഷ, എന്തിനായി വേദന, എന്തിനായി നിന്ന, എന്തിനായി രോഗം. ഹല്ലേലൂയ, എത്ര തവണ നാം ചോദിച്ചു, നിന്നെ അറിഞ്ഞുകൂടാത്തിരുന്ന കാലത്തോ ഞാൻ ഇതൊക്കെ വന്നെങ്കിൽ സഹിക്കുമായിരുന്നു. നിന്നെ കണ്ടെത്തി, നിന്നെ ആരാധിച്ചു, നിന്നെ മഹത്വപ്പെടുത്തി, നിന്നെ പ്രാർത്ഥിച്ചു. എന്നിട്ടും എന്റെ ജീവിതത്തിനകത്ത് എന്റെ പരാജയത്തിന്റെ ചിന്തകൾ, എന്റെ ഒരു വിജയം കാണുവാൻ കഴിയുന്നില്ല. ദൈവാത്മാവ് പറയുന്നു, ഈ പരീക്ഷണങ്ങൾ, ഈ വേദനകൾ, ഈ നിന്ദകൾ, ഈ ദുഷികൾ, ഇതെല്ലാം ഹല്ലേലൂയ ദൈവം അറിഞ്ഞിട്ടാ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ വിശ്വസിക്കുന്നവർ അവൻ ദൂതെന്ന് ഏറ്റെടുക്കണമേ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, വാക്കിന്റെ മുമ്പിൽ ശുശ്രൂഷയെ മതിയാക്കിയ ഒരു ഏലിയാവ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കുറച്ച് ഭാഗങ്ങൾ ആമേൻ മുന്നോട്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുക. ഹല്ലേലൂയ, ആമേൻ. വാക്കിന്റെ മുമ്പിൽ ശുശ്രൂഷയെ മതിയാക്കിയ ഒരു ഏലിയാവ്, ആമേൻ. വാക്കിന്റെ മുമ്പിൽ മരണം കൊതിച്ച ഏലിയാവ്. ഹല്ലേലൂയ, ആമേൻ. ഹൃദയം കലങ്ങുമ്പോഴാണ് മരണചിന്തകൾ വരുന്നത്, ഹൃദയം ഉടയുമ്പോൾ ആത്മഹത്യ പ്രേരണകൾ വരുന്നത്. ഹല്ലേലൂയ, എത്ര സംഭവങ്ങൾ നാം കാണുന്നു, കേൾക്കുന്നു, ദാരുണമായ അന്ത്യങ്ങൾ. ഹല്ലേലൂയ, ആമേൻ. ഇത് അതിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷെ ഇവിടെ പറയാ വാക്കിന്റെ മുമ്പിൽ മരണഭീതി വന്ന ഏലിയാവ്. ഹല്ലേലൂയ, അവൻ നടന്നു വന്ന പാതകളും ദൈവം അവനിൽ കൂടെ ചെയ്ത ശുശ്രൂഷകളൊക്കെ അവൻ നീച സ്ത്രീയായിരിക്കുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ ആ ഈസബേൽ എന്ന് പറയുന്ന സഹോദരി ഹല്ലേലൂയ എഴുന്നേറ്റ് അവന് നേരെ ഭീഷണി മുഴക്കിയപ്പോൾ എല്ലാ പദ്ധതികളും അവൻ മച്ച് മതിയാക്കിയിട്ട് അവന്റെ ചിന്ത മരണം. എനിക്ക് മരിച്ചാൽ മതി, ഞാൻ പിതാക്കന്മാരെ പോലെ നല്ലവനല്ല,
മരിക്കണമെന്ന് ഒരുക്കമായി ഇരുന്ന ഏലിയാവിനെ ദൈവം വെറുതെ വിട്ടില്ല. അവന്റെ ഹൃദയത്തിന്റെ കലക്കം യേശു അല്ലെങ്കിൽ അവൻ യഹോവ കണ്ടിട്ട് അവന്റെ അടുക്കിലേക്ക് ദൂതനെ അയക്കുക. അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാ ദൂത്. അവനെ സ്തോത്രം ബഹുദൂര യാത്രയ്ക്ക് വേണ്ടി അവനെ ശക്തിപ്പെടുത്തുകയാ. നിനക്കൊരു ബഹുദൂര യാത്രയുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്ക് അടുത്തൊരു കാഴ്ച വയ്ക്കുവാൻ ഇസബേൽ സമ്മതിക്കത്തില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഇസബേൽ ഒരിക്കലും നിന്റെ മുമ്പിൽ ഒരു ശുശ്രൂഷ ഉള്ളപ്പോ ചില ഇസബേലുകൾ നിനക്ക് മുമ്പേ വരും. ഇസബേലിന്റെ വാക്കുകൾ തറച്ചു കയറുന്ന തീയമ്പായി അസ്ത്രമായി ഹൃദയത്തെ തുളച്ചു ചെല്ലത്തക്കവണ്ണം കൈപ്പായ വാക്കുകളാകുന്ന അസ്ത്രങ്ങൾ അവന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോഴും ദൈവാത്മാ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം കൂടെ ചില ഭാഗങ്ങളൂടെ ചിന്തിക്കാം. സ്തോത്രം. ഒരു വാക്കിന്റെ മുന്നിൽ സ്തോത്രം ഏലിയാവ് തളർന്നു. അടുത്ത് ഒരു ദൂതിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഇതാ ഒരു രാജാവ് തളരുകയാ. അത് പഠിക്കണമെങ്കിൽ സ്തോത്രം യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഹിസ്കിയാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് മരിക്കത്തക്ക രോഗവുമായി ആയിരിക്കുമ്പോൾ സ്തോത്രം യെശയ്യാവ് പ്രവാചകനെ വീട്ടിലയച്ചിട്ട് പറയുക അവരോട് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. ആ പ്രവാചകന്റെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. പ്രവാചകൻ രാജാവിനോട് ദൂത് പറയുക. ഈ ദിവസങ്ങളിൽ ഒത്തിരി പ്രവാചകന്മാരും പ്രവചന ശബ്ദമൊക്കെ കേൾക്കുന്നവരതാ. പക്ഷെ അതിൽ മുഖം നോക്കാതെ ദൈവം കൊടുത്ത ദൂതിനെ അതേപടി കൈമാറിയ ഒരു വ്യക്തിയാ യെശയ്യാവ് പ്രവാചകൻ. വലിയ പ്രവാചകന്മാരിൽ ആ പ്രവാചകനെ ഉൾപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെ രാജാവിനോട് പറയുക, നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ക്രമത്തിലാക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി അവന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമം തെറ്റിക്കിടക്കുക. ഹല്ലേലൂയ. ക്രമം തെറ്റി കിടക്കുന്നത് കൊണ്ട് പ്രവാചകങ്ങളിൽ കൂടെ തെറ്റുകളെ മനസ്സിലാക്കിയ വേഗം നിന്റെ വീട്ടിലെ കാര്യങ്ങൾ ക്രമത്തിലാക്കുക. നീ മരിച്ചു പോകും. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഇങ്ങനെ പറയുവാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒരു രോഗിയായി കിടക്കുന്ന വ്യക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി കയറി ദൈവാത്മാവ് മരിച്ചു പോകുമെന്നൊരു ദൂത് പറഞ്ഞാൽ നാം പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, ആ ദൂത് അവിടെ പറയുവാൻ നമ്മൾ വിസമ്മതിക്കും. ഹല്ലേലൂയ. എങ്ങനെയാ മരണത്തിന്റെ ദൂത് പറയുന്നത്? എങ്ങനെയാ മരണത്തിന്റെ ആലോചന പറയുന്നത്? പക്ഷേ ഇവിടെ ഒരു പ്രവാചകൻ ദൈവം കൊടുത്ത അരുളപ്പാട് അറിയിക്കണമെന്നുള്ളൊരു ദൗത്യം അവന്റെ ജീവിതത്തിനകത്തുള്ളത് കൊണ്ട് മുഖം നോക്കാതെ രാജാവിനോട് പറയുക, നീ മരിച്ചു പോകും കേട്ടോ. ഹല്ലേലൂയ. മുഖത്ത് നോക്കി ദൂത് പറയുക. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം വേഗം ഓർമ്മ വരുന്നത്, ഈ ലോക്ക്ഡൌണിനൊക്കെ മുന്നേ ഫെബ്രുവരി മാസത്തിലാണെന്ന് തോന്നുന്നു, ഹല്ലേലൂയ, ഒരു മീറ്റിങ്ങിന് വേണ്ടി തമിഴ്നാടിനടുത്ത് ഒരു ചർച്ചിൽ വിളിക്കുവാനിടയായി തീർന്നു. അവിടെ നടത്തുന്നത് ഒരു ആന്റിയ, ചർച്ച നടത്തുന്ന ഒരു ആന്റിയ, ഒരു നായർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കടന്നു വന്ന ആന്റി. അവർക്ക് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് 3 വട്ടം ദൈവദാസിയോട് നേരെ വിരൽ ചൂണ്ടി, ഹല്ലേലൂയ, ഉദര സംബന്ധമായ ഒരു ഓപ്പറേഷൻ കാണുന്നു, 6 മാസത്തിനകം ഉണർന്ന് പ്രാർത്ഥിക്കണമെന്നൊരു ആലോചന. ഹല്ലേലൂയ. പ്രസംഗത്തിന്റെ ഇടയിൽ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് തന്നു. ഹല്ലേലൂയ. എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷെ എന്തെന്നറിയാവോ, ഞാൻ ബുദ്ധിയിൽ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെക്കാളും അറിവും കഴിവും ഭയങ്കര പ്രവാചകയും കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ദൈവദാസിയ, ഇവരോട് ദൂത് പറയുവാൻ ഞാനല്ല, ആളല്ല. ഇതെനിക്ക് തോന്നിയതായിരിക്കും. ഹല്ലേലൂയ. ഇതെന്റെ ബുദ്ധിയിൽ വന്നതായിരിക്കും. ഹല്ലേലൂയ. അവർ അനേർക്ക് ദൂത് പറയുന്നവരാ. അവരോട് എങ്ങനെയാ ഞാൻ ഇത് പറയേണ്ടത്? ഞാൻ അതെന്ത് ചെയ്തു? ഇതെനിക്ക് തോന്നിയതെന്ന് പറഞ്ഞ ആ ദൂത് അവിടെ പറഞ്ഞില്ല. ഹല്ലേലൂയ. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു. എന്നെ മോളെ എന്നാ വിളിക്കുന്നേ. സ്തോത്രം. മോളെ എങ്ങനെയാ, വയറിനകത്ത് വേദന കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. 2 വലിയ മുഴകൾ യൂട്രസിനകത്ത് ഇരിപ്പുണ്ട്, ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറഞ്ഞു. ദൈവദാസി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്പോൾ എന്റെ ഉള്ളത്തിനകത്ത് ദൈവാത്മാവ് ഇടപെട്ട്, ഇത് അറിയിക്കാനാണ് നിന്നെ ഞാൻ അവിടെ വിട്ടത്, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഹല്ലേലൂയ. ഈ ദൂത് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? സ്തോത്രം എന്നൊരു ചോദ്യം ഹല്ലേലൂയ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കത്തുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സമ്മതിച്ചു, കർത്താവേ ശരിയാ, ഒരു തവണ ഞാൻ വിരൽ ചൂണ്ടി. ഹല്ലേലൂയ.
ദേവദാസിമ അവൻ ലൈവായിട്ട് പോകുന്നതാ. ഞാൻ ഹല്ലേലൂയ അവൻ പറയുന്നതിൽ ആർക്കും ഒരു ഇത് അവൻ വിരൽ ചൂണ്ടിട്ട് ഞാൻ നാവിനെ അവൻ കടിച്ചമർത്തിയിരുന്നു. ഇത് പറയണ്ട, അല്ലെങ്കിൽ എന്റെ ബുദ്ധിയിൽ വന്നതാ, ദൈവാത്മാവ് തന്നതല്ല. അവൻ ഇത് വലിയ പ്രവാചകയും അനേകർക്ക് ദൂത് പറയുന്നവരോ അനേകരെ ആശ്വസിപ്പിക്കുന്നവരോ അവരോട് ദൂത് പറയുന്ന ആളല്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ പറഞ്ഞില്ല. പക്ഷെ ആ ആന്റി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ വിളിച്ചു പറയാം, മോളെ ഇങ്ങനെ അവൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ അടിയന്തരമായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ മോള് പ്രാർത്ഥിക്കണം. അറിയില്ല, ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സിലെ കർത്താവേ നീ പറഞ്ഞ ദൂത് അവൻ ദൈവാത്മാവ് അപ്പോൾ ഇടപെട്ടു. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു പക്ഷെ നീ പറഞ്ഞെങ്കിൽ ആ ദേവദാസി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പക്ഷെ നീ പറഞ്ഞെങ്കിൽ അവർ ഉപവസിക്കുമായിരുന്നു, ഇതിൽ നിന്ന് നീക്കുപോക്ക് കൊടുക്കുമായിരുന്നു. നീ പറയാത്തത് എന്തെന്ന് ഒരു ദൈവ ശബ്ദം പോലെ എന്റെ കാതുകളിൽ മുഴങ്ങുവാൻ ഇടയായി തീർന്നു. ഏകദേശം 1-2 ആഴ്ച അതേ ചോദ്യം എന്റെ ഹൃദയത്തിനകത്തും എന്റെ കാതിനകത്തും മുഴങ്ങി. എന്തുകൊണ്ട് ദൈവം തന്ന ആലോചന പറഞ്ഞില്ല? നാം പലപ്പോഴും അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ദൈവം തന്ന ആലോചനയാ. നാം മുഖം നോക്കി നമ്മുടെ കഴിവും നമ്മുടെ അറിവും ഞാൻ അവരുടെ മുമ്പിൽ ചിന്തിച്ചു, ഇവരുടെ മുമ്പിൽ ഒന്ന് നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല, ഇവരോട് ദൂത് പറയുവാൻ ഞാൻ ആളല്ല. പരിശുദ്ധാത്മാവിനെ ഒരു നിമിഷം അവിശ്വസിച്ചു. അതാ സത്യമെന്ന് പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവാത്മാവാണ് തരുന്നെങ്കിൽ അതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ഹല്ലേലൂയ, അവൻ വ്യക്തമായി ദൈവശബ്ദം നാം കേൾക്കുകയാണെങ്കിൽ, വ്യക്തമായി ദൈവാത്മാവാണ് നമ്മോട് ഇടപെടുകയാണെങ്കിൽ അത് തെറ്റുകയില്ല. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുക, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. സമയം തെറ്റുകയില്ല. സമയം തെറ്റിക്കുന്ന പലതും മുമ്പിൽ വരും, പക്ഷെ സമയം തെറ്റുകയില്ല, വരും നിശ്ചയം തന്നെ. സ്തോത്രം. ഇതാ ഹിസ്കിയാവിന്റെ ജീവിതത്തിനകത്ത് നീ മരിക്കുമെന്നും വീട്ടിലെ കാര്യങ്ങൾ ക്രമത്തിലാക്കാമെന്ന് ഒരു ദൈവ ശബ്ദം പോലെ ദൂതൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് പറഞ്ഞു. ഇതാ ആ പ്രവചനത്തിന്റെ മുമ്പിൽ ആ ഹിസ്കിയ രാജാവ് ചുവരിന് നേരെ മുഖം തിരിച്ചു ഒറ്റ പ്രാർത്ഥന. ദൂത് പറഞ്ഞവൻ ആരാ? പ്രവാചകൻ. അവന് മനസ്സിലായി ഇതിനകത്ത് ഈ വീട്ടിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിന് വെച്ചിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കിയ ഹിസ്കിയ രാജാവ് ഇവിടെ ചെയ്തതെന്നറിയാവോ? മുഖം ചുവരിന്റെ നേരെ തിരിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും യാഗാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ പറയുക, അത് ഓർക്കണമേ. ഹല്ലേലൂയ. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ രോഗത്തിന്റെ അനുഭവത്തിന്റെ മുന്നിൽ ഇവന്റെ ഹൃദയം തകർന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഒന്നാമത് മരിക്കത്തക്ക രോഗമാണ്. അപ്പൊ നമ്മുടെ ഭാഷയിൽ ഇന്നായിരിക്കുന്ന ഞാൻ ചിന്തിക്കുന്നു ഏതെങ്കിലും ക്യാൻസറോ അതുപോലത്തെ ഏത് രോഗമാട്ടെ, പക്ഷെ ഇവിടെ പറയുക മരിക്കത്തക്ക രോഗം പിടിച്ച് കിടക്കുക ഹിസ്കിയാവ്. പക്ഷേ ഹല്ലേലൂയ, അവന്റെ മനസ്സിനകത്ത് മൊത്തം ഈ രോഗത്തെ കുറിച്ചുള്ള കലങ്ങുന്ന ഹൃദയമാണ്. ഇന്നും അനേക രോഗികളായി ഭാരപ്പെടുന്ന എത്ര പേരുണ്ട്? ഒരു തുള്ളി വെള്ളം കുടിച്ചിറക്കുവാൻ കഴിയുന്നില്ല, ഒരു പിടി ആഹാരം വാരിക്കഴിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എത്ര പേർ നമ്മൾ വീട്ടിനകത്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. വല്ലപ്പോഴൊക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രികളും അതുപോലെ ഇപ്പോൾ കൊറോണയാണെങ്കിലും കിട്ടുന്ന അവസരങ്ങൾ പലവിധമാകുന്ന അനുഭവങ്ങളിൽ കൂടെ കൈകാലുകൾ നഷ്ടപ്പെട്ടവരായി ഓപ്പറേഷനുകൾ കാത്തു കിടക്കുന്നവർ, ലക്ഷങ്ങൾ ആവശ്യമാണ് ഓപ്പറേഷൻ, സഹായിപ്പാൻ ആരുമില്ല. ക്യാൻസർ സെന്ററുകൾ ചെന്ന് നോക്കുകയെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ക്യാൻസർ രോഗം. ഹല്ലേലൂയ. വേദനപ്പെടുന്ന ഒത്തിരി മനുഷ്യ ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിന്റെ നടുവിലും ഹിസ്കിയാവിന്റെ ജീവിതത്തിനകത്ത് അവന് വന്ന രോഗം നിമിത്തം അവന്റെ മനസ്സ് കലങ്ങുകയാണ്. ദൂതിന്റെ മുമ്പിൽ അവന്റെ മനസ്സുടയുക. അവൻ പറയുന്ന ഒരു ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ആ ദൂതിന്റെ മുമ്പിൽ അവന്റെ പ്രാർത്ഥന ചുവരിന് നേരെ നിന്റെ രോഗത്തെ മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയോ? നിന്റെ ശാപത്തെ മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയോ? നിന്റെ ബലഹീനതകളെ മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയോ? നിങ്ങളൊന്ന് ചിന്തിക്കണമേ. പ്രവാചകൻ കടന്നു വന്നിട്ട് പറഞ്ഞിട്ട് പുറത്തു പോകുന്നതിന് മുമ്പേ ആ പറഞ്ഞ പ്രവാചകൻ തന്നെ വിത്തിൻ സെക്കൻഡ് മിനിറ്റ്സ് കൊണ്ട് അതേ ദൂതിനെ മാറ്റി പറയത്തക്കവണ്ണം 15 വർഷം നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഈ രോഗത്തിന്റെ മുമ്പേയും ഈ ദൂതിന്റെ മുന്നേയും പതറിയ ഹിസ്കിയാവ് ഹല്ലേലൂയ ആ ഹൃദയം കൊണ്ട് ദൈവത്തോട് വിളിച്ചു. ഞാൻ സന്നിധിയിൽ വിശ്വസ്തോട് നിന്നതും ഹല്ലേലൂയ യാഗാഗ്ര ഹൃദയത്തോടെ തിരുമുമ്പിൽ നടന്നത്, നിനക്ക് പ്രസാദമായത് ചെയ്തത് നീ ഓർക്കണം.
തീരുമാനങ്ങൾ അറിയിക്കുവാൻ പറ്റുകയുള്ളൂ. അവന്റെ പറഞ്ഞ വാക്കുകൾ 3 വാക്കുകൾ അവിടെ പറഞ്ഞിട്ട് അവൻ ചുവരിന് നേരെ ഹല്ലേലൂയ മുഖം തിരിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹിസ്കിയാവ്. ഹല്ലേലൂയ. അവൻ ഹൃദയം നുറുങ്ങിയവൻ പ്രാർത്ഥിക്കുക. ദൂതാരാ പറഞ്ഞിരിക്കുന്ന? പ്രവാചകൻ പറഞ്ഞ ദൂതുകൾക്ക് ഇതുവരെ മാറ്റമില്ല. അവന് മനസ്സിലായി ഈ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോയ ഈ രോഗത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നു, രോഗത്തിന്റെ ചിന്തയാൽ മനസ്സ് കലങ്ങിയിരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗമാണോ നിങ്ങളെ അലട്ടുന്നത്? നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് രോഗികളായി ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീട്ടിനകത്ത് ഏതെങ്കിലും രോഗികളുണ്ടോ? ഹല്ലേലൂയ. വന്ന രോഗം നിമിത്തം കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ രാത്രികാലം നിന്റെ രോഗത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരു യേശുവിനെയായി ഈ രാത്രികാലം ഞാൻ ഉയർത്തുന്നത്. നിന്റെ ഏത് രോഗമായാലും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ വിധി പറഞ്ഞ് ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് തിരുവനന്തപുരം SAT ആശുപത്രി കൈവിട്ട് ന്യൂമോണിയ വന്ന് മുകളിലിട്ടത് പൊട്ടി. ഹല്ലേലൂയ. ശ്വാസകോശം ഒരു ഭാഗം മുഴുവൻ നശിച്ചു. ഇനി വിധിയില്ല. ആ ഡോക്ടേഴ്സ് പറഞ്ഞ് കാണിക്കേണ്ടവരെല്ലാം കാണിക്കേ, അവൻ ചോദിക്കുന്ന ഭക്ഷണം കൊടുക്ക്, ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്തു. ഹല്ലേലൂയ. പിതാവ് വളരെ സങ്കടത്തോടെ വിളിച്ചു പറയാ, പാസ്റ്ററെ ഞങ്ങളെ ദൈവം കൈവിട്ടു. ഹല്ലേലൂയ. ഞങ്ങളെ സ്തോത്രം ഡോക്ടർ കൈവിട്ടു. ഇനി ചെയ്യുവാൻ എന്റെ കുഞ്ഞിന് ചെയ്യുവാൻ മരുന്നില്ല, എന്റെ കുഞ്ഞിന് കൊടുക്കുവാൻ ഈ ആശുപത്രിയിൽ മരുന്നില്ല. ഡോക്ടർ ഹല്ലേലൂയ നെഞ്ചിന്റെ ഒരു ഭാഗത്ത് നിന്ന് പഴുപ്പ് ട്യൂബിട്ട് എടുക്കുക. ഹല്ലേലൂയ. ഇൻഫെക്ഷനായി ചരിത്രവും സാഹചര്യവും മെഡിക്കൽ സയൻസും രക്ഷപ്പെടത്തില്ലെന്ന് വിധി എഴുതിയത്. ഹല്ലേലൂയ. ഇന്നും ജീവിച്ചിരിക്കുന്നു. അനുഭവമാ പറയുന്നത്. രോഗത്തെ മാറ്റുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന്. ചുവരിന് നേരെ നിന്നുകൊണ്ട് അവൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അതിനകത്ത് മനസ്സിലായി കലങ്ങുന്ന ഹൃദയത്തിനു മാത്രമേ കരയുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. കരയുന്ന ഹൃദയത്തിനെ സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ. കരയുന്നവരോട് കൂടെ കരയുന്നവരെ കണ്ണുനീര് തുടയ്ക്കുന്നവരാ, കരയുന്നവരെ മാറോട് ചേർക്കുന്നവരാ നമ്മുടെ യേശു. ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയാവിന്റെ ജീവിതത്തിനകത്ത് പറഞ്ഞ പ്രവാചകൻ തന്നെ ഹല്ലേലൂയ ഇവൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 15 വർഷത്തെ നീട്ടി തന്നിരിക്കുക. അപ്പോൾ രോഗത്തിന്റെ മുമ്പിൽ കലങ്ങിയ ഹൃദയം. രണ്ടാമത് ചിന്തിച്ചു, രോഗത്തിന്റെ മുന്നിൽ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഹൃദയം കലങ്ങിയ വ്യക്തിയാ ഹിസ്കിയാവ്. ആ വ്യക്തിന്റെ ദൂതിന്റെ മുന്നിൽ ഹൃദയം കലങ്ങി. ഒരു ദൂത് നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൂതുണ്ട്, നമ്മളെ ദുഃഖിപ്പിക്കുന്ന ദൂതുണ്ട്, നമ്മളെ ദൈവത്തിലേക്ക് ഒരിക്കൽ കൂടി അടുപ്പിക്കുന്ന ദൂത്. പല രീതിയിലാ ദൂതുകൾ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൂതുകൾ കേട്ടിട്ട് കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് പുറങ്കാലം കൊണ്ട് തട്ടിക്കളയാം. പക്ഷേ പ്രതികൂലങ്ങൾ അനുനിമിഷം നമ്മുടെ ജീവിത പാതകളിൽ വരുമ്പോൾ അപ്പോഴൊന്നും നമുക്കൊന്നും ഓർമ്മ കാണത്തിലെല്ലാം വന്നു കഴിഞ്ഞ ശേഷമാ അവര് പറഞ്ഞു, ആ പ്രവാചകൻ പറഞ്ഞു, ഈ പ്രവാചകൻ നമുക്ക് പറഞ്ഞു എന്ന് നമുക്ക് ചിന്ത വരുന്നത്. പക്ഷേ ഇവിടെ ഹൃദയം കലങ്ങിയ ഒരു ഹിസ്കിയാവ്, ഏറ്റവും കരഞ്ഞ ഒരു ഹിസ്കിയാവ്, അവന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി കടന്നു വന്നു. ഇത് അവന്റെ രോഗത്തെ ദൈവം മാറ്റി. മരിക്കത്തക്ക രോഗമാ, മരിക്കുമെന്ന് പറഞ്ഞ രോഗമാ. മരണത്തെ മാറ്റുവാൻ ചുവരിന് നേരെയുള്ള പ്രാർത്ഥനയ്ക്ക് ആ ദൈവ സാന്നിധ്യം ദൂതായി പിന്നെയും അവന്റെ അടുക്കൽ ദൂതൻ പോലെ, അല്ലെങ്കിൽ ആ പ്രവാചകൻ മരിച്ചു പോകുമെന്ന് പ്രവചിച്ച പ്രവാചകനെ തിരിച്ചു വന്ന് ദൂതിനെ തിരത്തത്തക്കവണ്ണം ദൈവാത്മാവ് ഹല്ലേലൂയ അവിടെ ഇറങ്ങുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത മൂന്നാമതായി ദൈവാത്മാവ് തന്ന ചിന്ത എന്ന് പറയുന്നത് മരണത്തിന്റെ മുമ്പിൽ ഹൃദയം കലങ്ങിയ ഒരു അനുഭവം. മരണത്തിന് മുമ്പിൽ. ഹല്ലേലൂയ. മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ജനിച്ചാൽ മരണം ഉറപ്പാ. ഏത് വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞാലും, ഏത് പാവപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഒരു ദിവസം മരണമാകുന്ന കർത്തകരം നമ്മെ തേടി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു സമയം വെച്ചിട്ടുണ്ട്, വിളിക്കുമ്പോൾ പോയേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു വീഡിയോ കണ്ടു. ഒരു ഹോട്ടലിൽ ചെന്ന് ഒരു സഹോദരൻ കോഫി മേടിച്ച് മേശപ്പുറത്ത് വെച്ചു. തന്റെ കയ്യിൽ പോക്കറ്റിലിരുന്ന ഫോൺ എടുത്ത് ടേബിളിന്റെ പുറത്ത് വെച്ചു. ഉടനെ തന്നെ ആ പുള്ളി ഹല്ലേലൂയ കമന്നു വീഴുവാനിടയായി തീർന്നു. സ്തോത്രം. പെട്ടെന്ന് അടുത്ത
സ്ഥലത്ത് നിന്നെല്ലാം ഓടി വന്ന് ആമേ നിവർത്തുവാൻ നോക്കൂന്ന് മരിച്ചു കഴിഞ്ഞു. സ്തോത്രം. ആമേ ഹല്ലേലൂയ. എന്തെല്ലാം പ്രതീക്ഷകളോടാ മനുഷ്യർ പോകുന്നത്. രാവിലെ ആമേ ടാറ്റ പറഞ്ഞ് ഹല്ലേലൂയ ആമേ വേഗം വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന എത്ര പേർ ഈ 2020 ആമേ ഹല്ലേലൂയ കാണുവാൻ, അല്ലെങ്കിൽ 2021 കാണുവാൻ കഴിയാതെ എത്ര അപകടങ്ങൾ വഴി എത്ര കുടുംബങ്ങൾ കണ്ണുനീരിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഭദ്രമായി നമ്മൾ പോകുക വഴികളിൽ എത്രയോ അപകടങ്ങൾ പതിയിരുന്നു. എത്രയോ സന്ദർഭങ്ങളിൽ നാം ആമേ സഞ്ചരിച്ച വാഹനങ്ങൾക്ക് നേരെ പ്രതികൂലം വന്നു. നമ്മുടെ ഡ്രൈവിംഗിന്റെ മിടുക്കും നമ്മുടെ കഴിവും നമ്മുടെ ഒന്നുമല്ല, ദൈവമാണ് നമ്മുടെ സൂക്ഷിച്ചത്. ഇവിടെ ആമേ മരണത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ നീങ്ങിപ്പൊട്ടുന്ന ഒരു ഹൃദയം. നമ്മുടെ ഉറ്റവർ ആമേ ഉടയവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഹല്ലേലൂയ മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞല്ലോ. ഈ മരണത്തിന്റെ ആമേ അനുഭവങ്ങൾ ഭവനങ്ങൾക്കകത്ത് വരുമ്പോൾ ഹൃദയം വല്ലാതെ പൊട്ടും. ആമേ സ്തോത്ര. ഹൃദയത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ആമേ നാം സ്നേഹിക്കുന്നവർ നമ്മെ വിട്ടു പോകുമ്പോൾ ഹല്ലേലൂയ ആമേ ആമേ ഞാൻ എൻ്റെ അനുഭവം കൂടെ പറയാം. ആമേ സ്തോത്ര. ആമേ ഞങ്ങളുടെ ഭവനത്തിനകത്ത്, എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിനകത്ത് ആമേ 2 മരണങ്ങൾ ആമേ 2 വർഷത്തിനിടെ അടിക്കടി ആമേൻ ഉണ്ടാകുവാനിടയായി തീർന്നു. ആമേ ഹസ്ബൻഡിന്റെ അനിയൻ ആമേ ദുബായിലായിരിക്കുമ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ട് ആമേ 7up എടുത്ത് കുടിച്ച് അതിങ്ങനെ മണ്ടയിൽ കയറി ശ്വാസം കിട്ടാതെ ഹല്ലേലൂയ 10 മണിക്ക് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു. 1 മണിയായപ്പോൾ മരണ വാർത്തയെ അറിയുന്നത്. സ്തോത്ര. ആമേൻ അതങ്ങനെ മരിച്ചു. ഹല്ലേലൂയ 14 അന്ന് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ അതിന് 2 വർഷം തികഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ മരണത്തിന്റെ ചിന്തകൾ ഹല്ലേലൂയ ആ അനുഭവങ്ങൾ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് വരുമ്പോൾ ആമേൻ സ്തോത്രം വളരെ വേദനപ്പെടുത്തുന്ന അനുഭവം. ഇവിടെ അങ്ങനെയാ. ഇതാ ബെഥാനിയയിൽ ഒരു ഭവനം. ഹല്ലേലൂയ. അവർക്ക് ഏക ആശ്രയമായിരുന്നത് ആമേൻ ആരെന്നറിയാവോ? ലാസർ. ആമേ ലാസറിന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ ആമേ പ്രതീക്ഷിക്കാത്ത ഒരു ആമേ മരണം നടക്കുക. ലാസർ പെട്ടെന്ന് മരിച്ചുപോയി. ആമേ അവിടെ ആമേ മരണത്തിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ മരിച്ചുപോയി. ആമേൻ. യേശു ഏറ്റവും സ്നേഹിച്ച ഭവനമാ ബെഥാനിയയിലെ ലാസറിന്റെ ഭവനം. ആമേ യേശു സ്നേഹിച്ചു, യേശുവിനെ സ്നേഹിച്ചു. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് യേശുവിനെ സ്നേഹിക്കുകയും യേശു സ്നേഹിച്ച ഭവനത്തിനകത്ത് എന്തേ ഇതൊക്കെ വന്നത്? പലപ്പോഴും നാമം ചോദിക്കുന്നില്ലേ, കർത്താവേ ആമേൻ നിന്നെ ഇത്രയും ഞാൻ സ്നേഹിച്ചു, ഇത്രയും ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു, നിനക്ക് വേണ്ടി എപ്പോഴും നിന്റെ സന്നിധി, എന്നിട്ടും എന്റെ ജീവിതത്തിനകത്ത് എന്തേ പ്രശ്നം? ഹല്ലേലൂയ. നാം പലപ്പോഴും ചോദിക്കുന്നില്ലേ? അതുപോലെ തന്നെയാ യേശു ഏറ്റവും സ്നേഹിച്ച ഒരു ഭവനമാ ബെഥാനിയയിലെ ഭവനം. ആ ഭവനത്തിനകത്ത് ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുവാനിടയായി തീർന്നു. ആമേ അതിന്റെ ആമേ യോഹന്നാൻ 11:34 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യേശു ആമേ 4 ദിവസം കഴിഞ്ഞ അവിടെ കടന്നു വന്നു. ആമേ സ്തോത്രം. ഈ യേശുവിനെ കണ്ടപ്പോൾ മറിയ കരയുന്ന ഒരു കരച്ചിലുണ്ട്. ആമേ സ്തോത്രം. എങ്ങനെയെന്നറിയാവോ? ആമേൻ മറിയ കാൽക്കൽ വീണു. ആമേ യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറയാ, ആമേൻ ഗുരു അല്ലെങ്കിൽ യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. ഹല്ലേലൂയ. നീ ഇല്ലാത്തത് ഈ മരണത്തിന് കാരണം. ആമേ നീ ഇല്ലാത്തത് ഈ പ്രശ്നത്തിന് കാരണം. പലപ്പോഴും അങ്ങനെയല്ലേ? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആമേ സ്തോത്രം. ആമേ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് പറയാവോ ആമേ ഈ ദൈവം ഇല്ലാത്തത് കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന്. ആമേ ദൈവം ഉള്ളതാ. ആമേ സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണത്തെ മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. യേശുവിനെ കണ്ടപ്പോൾ സഹോദരിമാരായിരിക്കുന്ന മറിയയും മാർത്തയും ഓടി വന്ന് ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ കാൽക്കൽ വീണിട്ട് അവർ കരയുന്ന ഒരു കരച്ചിലുണ്ട്. ഗുരു അല്ലെങ്കിൽ യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ സ്തോത്രം. ആമേൻ അതിന്റെ ആമേൻ 34 വാക്യത്തിനകത്ത് തന്നെ അവിടെ വ്യക്തമായി ആമേൻ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ആമേൻ ഉള്ളം നൊന്തു കലങ്ങി. യേശു അവിടെ ഉള്ളം നൊന്തു കലങ്ങുന്ന ഒരു അനുഭവം, ഹൃദയം ആമേ കലങ്ങിയ അവിടെ നിന്ന സഹോദരിമാർ അല്ലെങ്കിൽ കരയുന്നത് കണ്ടപ്പോൾ, അവിടെ നിന്ന് യഹൂദന്മാർ കരയുന്നത് കണ്ടപ്പോൾ, അവിടെ നിന്ന സകല വ്യക്തികൾ കരയുന്നത് കണ്ടപ്പോൾ ഇതാ അവിടെ വായിക്കുവാൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. മറിയ കരയുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് യഹൂദന്മാർ കരയുന്നത് കണ്ടപ്പോൾ ഉള്ളം നൊന്തു കലങ്ങി. സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കണമേ, നാം കരയുമ്പോൾ നമ്മോട് കൂടെ കരയുന്ന ഒരു യേശു. ഹല്ലേലൂയ. ആമേൻ. നാം കരയുമ്പോൾ നമ്മോട് കൂടെ ഹല്ലേലൂയ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഇറങ്ങി വരുന്ന ആ യേശു പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ കരയണ്ട. സ്തോത്രം. ലാസറിനെ പുറത്തു കൊണ്ടുവരുക, ലാസറിനെ ഉയർപ്പിക്കുന്ന ശക്തിയാ ഈ ആമേൻ സ്തോത്രം മുമ്പിൽ നിൽക്കും.
നൊന്തു കലങ്ങി. എങ്ങനെയാ ഉള്ളം നൊന്തു കലങ്ങി എന്നവിടെ പറയുന്നത്? പല പ്രാവശ്യം അയച്ചു വിട്ട വചനമാ. ഉള്ളം നൊന്തു കലങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയാ ഇത് വന്നത്? സ്തോത്രം. യേശുവിന് ഇതിന് വലിയ ആവശ്യമുണ്ടോ? ഈ യേശുവിന് ഇങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷേ അവിടെ പറയുന്നു ഉള്ളം നൊന്തു കലങ്ങി. സ്തോത്രം. ഹൃദയം നൊന്തു കലങ്ങി. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു വാക്കിന്റെ മുമ്പിൽ ഉടഞ്ഞ ഹൃദയം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ദൂതിന്റെ മുമ്പിൽ അല്ലെങ്കിൽ രോഗത്തിന്റെ മുമ്പിൽ ഹൃദയം കലങ്ങി. മൂന്നാമത് ഒരു മരണത്തിന്റെ മുന്നിൽ. ഹല്ലേലൂയ. യേശു സ്നേഹിച്ച ലാസർ മരിച്ചു പോയി. ആ മരണത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ മറ്റുള്ളവർ കരയുന്നത് കണ്ടപ്പോൾ അവിടെ പറയുന്നു യേശു കണ്ണുനീർ വാർത്തു. കണ്ണുനീർ തുള്ളികൾ യേശുവിന്റെ കണ്ണിൽ നിന്ന് വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ച് പോകുന്നവനല്ല യേശു. ആ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യേശു ചോദിക്കുക ലാസറിനെ എവിടെയാ വെച്ചത്? പോകുമ്പോൾ കല്ലുരുട്ടി വെച്ചിരിക്കുക. യേശു പറയുന്നു കല്ലുരുട്ടി മാറ്റുവി. കല്ലുരുട്ടി മാറ്റി. ഇതാ 4 നാളായത്, നാറ്റം ഭമിച്ചത്, ഒരിക്കലും വരത്തില്ലെന്ന് പറഞ്ഞത്, ഒരിക്കലും ഉയർത്തില്ലെന്ന് പറയുന്നത്, ഒരിക്കലും ജീവിക്കത്തില്ലെന്ന് പറഞ്ഞത്, സാഹചര്യങ്ങൾ മുദ്രയിട്ടത്, പ്രതികൂലമായി നിന്നത്, ഇതാ ഉടയ തമ്പുരാൻ ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ഇന്ന് കാണുന്ന ആകാശങ്ങൾ, ആകാശത്തെ, നാം വസിക്കുന്ന ഭൂമിയെ, ഇതിനെ സകല ചരാചരങ്ങളെ വെറും വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച് മനുഷ്യന് ജീവശ്വാസം ഊതി, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയ യേശു കർത്താവ് വിളിച്ചു പറയുന്നു ലാസറേ പുറത്തു വാ. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ് ഈ രാത്രികാല എന്നെ ലൈവിൽ ശ്രദ്ധിക്കുന്നവരെ ഇന്നായിരിക്കുന്ന ചുവരുകൾക്കുള്ളിൽ നീ ഒതുക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. ഇന്ന് നീ വേദനപ്പെട്ട് നിരാശപ്പെട്ട് ഒരു ഭാഗത്ത് കണ്ണുനീരും മാത്രം എന്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ വിളിച്ചു പറയുന്നു പുറത്തു വാ. ഹല്ലേലൂയ. പുറത്തു വാ, പുറത്തു വാ. ഈ രാത്രിയിൽ 2021 വിളിച്ചു പറയുന്നു നീ പുറത്തു വരണം. നീ പുറത്തു വന്നേ വരിക പറ്റുകയുള്ളൂ. ഉള്ളം നൊന്തു കലങ്ങി. അതിന്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാനാ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രികാലം നീ പുറത്തു വരണമോ? പുറത്തു വരണമെങ്കിൽ ആ ദൈവ ശബ്ദം നീ കേൾക്കണം. ആ ദൈവ ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങണമെങ്കിൽ നിന്റെ കാതുകളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഒരു ഭാഗം കൂടെ വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യേശുവിന്റെ ഉള്ളം നൊന്ത് കലങ്ങി. ഇതാ ഗദസമന തോട്ടത്തിനകത്ത് എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ ഉള്ളത്തെ കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാ എന്റെ ഉള്ളം മരണവേദന പോലെ യേശു പറയുക. ഗത്സമനയിലെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. അവിടെ പറയുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. ഹല്ലേലൂയ. എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറപ്പെടണമേ എന്ന് കരയുന്ന ഒരു യേശു. ഹല്ലേലൂയ. തനിക്ക് മുമ്പേ വരുന്ന പ്രതികൂലത്തെ ആത്മാവിൽ അവൻ കാണുകയാ. തനിക്ക് വരുവാൻ പോകുന്ന കഷ്ടതകളെ, തനിക്ക് മുന്നിൽ കടന്നു വരുവാൻ പോകുന്ന പീഡകളെ, തനിക്ക് മുന്നോട്ട് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുവാൻ പോകുന്ന പ്രശ്നങ്ങളെ കണ്ടപ്പോൾ ഇതാ അവൻ പ്രാർത്ഥനയിൽ മുഴക്കാൽ മടക്കിയ 3 പേരെ പ്രാർത്ഥിക്കുവാൻ സഹായികളായി കൊണ്ടുപോയി. പക്ഷെ പ്രതികൂലത്തിനകത്ത് അവർക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. അവർ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പോൾ ഉണർന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ദൈവ ശബ്ദം കേട്ടിട്ട് പോലും ഉണർന്ന് പ്രാർത്ഥിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതാ ഹല്ലേലൂയ. അത് ദുഃഖത്തോടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുക. അതിവേദനയോടെ അവന്റെ വിയർപ്പുത്തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്തു വീഴുവാനിടയായി തീർന്നു. പിതാവേ കഴിയുമെങ്കിൽ, പിതാവിന് കഴിയൂ. ഹല്ലേലൂയ. എങ്കിലും എന്റെ ഇഷ്ടമല്ല
അവൻ വചനത്തിനകത്തുണ്ട്. അവൻ എങ്ങനെയാ പ്രാർത്ഥിച്ചെന്നറിയാവോ യേശു കർത്താവ്? അതിശ്രദ്ധയോടെ. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാ? അതിശ്രദ്ധ പോയിട്ട് അശ്രദ്ധയുടെ പ്രാർത്ഥനയാ. പലപ്പോഴും ശ്രദ്ധയില്ല പ്രാർത്ഥനകൾക്ക്, പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. പക്ഷെ യേശുവിനെ അറിയാൻ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ ഞാൻ അകപ്പെടുവാൻ പോകുക. ഞാൻ സ്നേഹിച്ച ഹല്ലേലൂയ എന്റെ കൂടെ നടന്ന എന്റെ മാറോട് ചാരിയ പത്രോസ് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ എന്നെ തള്ളിപ്പറയാൻ പോകുക. ഞാൻ തിരഞ്ഞെടുത്ത യൂദയിലെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുവാൻ പോകുക എന്നെല്ലാം മനസ്സിലാക്കിയ യേശു കർത്താവ് തന്റെ ശരീരത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന വേദനകളെ മനസ്സിലാക്കിയ യേശു കർത്താവോട് പറയുന്നു, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരുന്നു. ഉള്ളത്തിനകത്തും മരണചിന്ത വന്നപ്പോൾ മരണവേദന എന്നവിടെ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. മരണവേദന വന്ന യേശു ഹല്ലേലൂയ അവൻ അതിദുഃഖിതനായിരുന്നു. എന്തിനാ കർത്താവ് നീ പാടുപെട്ടത്? അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന് അവൻ നമ്മെ വീണ്ടെടുത്ത അരുമനാഥനായ യേശു കർത്താവ് ഇതാ അവിടെ പ്രാർത്ഥിക്കുന്നു. അതിദുഃഖിതനായി. ഇന്നീ ദുഃഖിച്ചു നടക്കേണ്ട സ്ഥാനത്ത്, നീ അവൻ വേദനപ്പെടേണ്ട സ്ഥാനത്ത് ഇതാ 2021 വർഷങ്ങൾക്ക് മുമ്പേ ഗത്സമനാ തോട്ടത്തിൽ ഇതാ വിയർപ്പു തുള്ളിയ രക്തത്തുള്ളികൾ പോലെ വീഴുന്ന യേശുവിന്റെ അവൻ നീ ആത്മാവിലൊന്ന് കാണ്. ഹല്ലേലൂയ. എന്തിനാ ഈ പങ്കപ്പാടുകളേറ്റത്? സഭയെ വീണ്ടെടുക്കുക, സഭയെ ശുദ്ധീകരിക്കുക. നീ എന്നെയും നിങ്ങളെയും കർത്താവിലേക്ക് കൊണ്ടുവരുക. ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ രക്തമുണ്ടെന്നാ പറയുന്നത്. അവൻ ഒരു തുള്ളി രക്തം പോലും അവൻ വേണമെന്ന് പറയാതെ ലാസ്റ്റ് അവൻ രക്തത്തുള്ളി വരെയോ നമുക്ക് വേണ്ടി തന്നവൻ. ഹല്ലേലൂയ. അവൻ യേശാവ് പ്രവചിച്ചു പറയുന്നു, അവൻ രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്ന ഒരു കുഞ്ഞാട്, അറുക്കുവാൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ വായി തുറക്കാതിരുന്ന ഒരു കുഞ്ഞാട്. ആമേൻ ഹല്ലേലൂയ. ഭീഷണം പറയാതെ ശകാരിച്ചിട്ട് നിന്ദിച്ചിട്ട് തുപ്പിയിട്ട് ആക്ഷേപിച്ചിട്ട് ഹല്ലേലൂയ ഇതെല്ലാം സഹിച്ചു. ഇതെല്ലാം സഹിച്ചത് നമുക്ക് വേണ്ടി. ആമേൻ. യേശുവിനെ എങ്ങനെ നമുക്ക് മറന്നു പോകുവാൻ കഴിയോ? യേശു ആമേൻ എല്ലാ നാമത്തിനു മേലായ നാമമുള്ള യേശുവിനെ രാത്രികാലം ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുക. നീ ഏൽപ്പിച്ചു കൊടുക്കണ അതിദുഃഖത്തോടെ ഉള്ളം ആമേൻ മരണവേദന കൊണ്ട് അവൻ മരണവേദന എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ എന്താണെന്ന് നമുക്കറിയാമോ? ആമേൻ മരണത്തിലേക്ക് പോകുന്നതിന് ഒരു വേദന. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ആമേൻ മരിക്കുമെന്ന് ഉറപ്പാ. സ്തോത്രം. ചിലത് ശരീരത്തിനകത്ത് അനുഭവിക്കുമെന്ന് മനസ്സിലാക്കിയ യേശു കർത്താവ് അവന്റെ ഉള്ള മരണവേദന പോലെ കലങ്ങുവാനായി തീർന്നു. ഹല്ലേലൂയ. ഗത്സമനയിൽ അവൻ തകരുകയ. ഹല്ലേലൂയ. അവൻ അവിടെ ഇരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ ആമേൻ സ്തോത്രം. വലിയ മർമ്മങ്ങൾ. ആ പ്രാർത്ഥന തന്നെ ചില ദിവസങ്ങൾ പ്രസംഗിച്ച തീരാത്ത വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ആമേ ആ പ്രാർത്ഥന ആമേ ഒന്ന് ചിന്തിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശീകരണം നമ്മുടെ മനസ്സിനകത്ത് വരണം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ആമേൻ. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ആമേൻ. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി. ആമേൻ സ്തോത്രം. നിങ്ങൾ ആമേൻ ഇഷ്ടമുള്ളത് ചെയ്യാ. ആമേൻ. ജനമെല്ലാം ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ച് ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കണ്ടവർ, അടയാളങ്ങൾ കണ്ടവർ, ആമേൻ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് ആർത്തു വിളിച്ച ജന, ആമേൻ രാജാതി രാജാവേ എന്ന് പറഞ്ഞ ജന, ഹല്ലേലൂയ. വീതികളിൽ ആമേൻ സ്തോത്രം മരത്ത് ഹല്ലേലൂയ മരത്തിന്റെ ചില്ലകൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ വീതികളിൽ ഒരുക്കി അവൻ പാത ഒരുക്കിയ ജന, ആമേൻ ഇതാ ഹല്ലേലൂയ ഇവിടെ എത്തിയപ്പോൾ ജനം ഒരുമിച്ച് പറയുക, ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക, ബറാബാസിനെ വിട്ടുതരിക. ഹല്ലേലൂയ. ആമേൻ. കൊള്ളയും ആമേൻ മോഷണവും കള്ളനായിരുന്ന മനുഷ്യനെ വിട്ടുകൊടുത്തിട്ട് ഇതാ പാപം ചെയ്യാത്ത ആമേൻ ഹല്ലേലൂയ പാപികളോട് വേറിട്ടവൻ നിഷ്കളങ്കൻ ഹല്ലേലൂയ ആമേൻ ഇതാ അറുക്കപ്പെടുവാൻ പോകുന്ന ഒരു കുഞ്ഞാട് ഹല്ലേലൂയ ഇതാ ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ഹല്ലേലൂയ മുഖത്തെ രോമത്തെ പറിച്ചെടുത്ത് മുഖത്തു തുപ്പി ഹല്ലേലൂയ
ശപിച്ചു തുപ്പി. ചെകിട്ടത്തടിച്ചിട്ട് പറഞ്ഞു, പറ നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കുക. ഹല്ലേലൂയ. അവൻ പറയുവാൻ പറഞ്ഞിട്ട് അവൻ മിണ്ടിയില്ല. രോമം കത്തിരിക്കുന്നതിന് മുമ്പേ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാട്, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ. ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്ക് വേണ്ടി അവന്റെ ഹൃദയം അവിടെ ഉടയ. അവന്റെ ഹൃദയം അവിടെ ഉടഞ്ഞതെന്ന് ചോദിച്ചാ നിന്റെ ഹൃദയം ഉടയാതിരിക്കുവാനാ. ആമേ. അവന്റെ ഹൃദയം അവിടെ മരണവേദനയിലായതെന്തിനാ? നീ മരണത്തിലേക്ക് പോകാതിരിക്കാനാ. നീ ആത്മഹത്യ ചെയ്ത് ഒതുങ്ങപ്പെടേണ്ട സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നു, അതിലേക്ക് പോകാതിരിക്കാനാ. അതിന്റെ നടുവിൽ ആ ഗത്സമനയിൽ ഹൃദയം പൊട്ടി കരയുന്നത്, അവൻ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളായി വീണു. ഹല്ലേലൂയ. അത്രയ്ക്ക് ടെൻഷൻ ആയി പോയി. അത്രയ്ക്ക് ഹല്ലേലൂയ തനിക്ക് വരുവാൻ പോകുന്ന പീഡകളെ ഓർത്ത് അവർ കരയുക. സ്തോത്രം. കഴിയുമെങ്കിൽ അപ്പോൾ കർത്താവിന് അറിയാം, കഴിയുമെങ്കിൽ ഈ എന്ന് കരയുന്ന യേശു. ഹല്ലേലൂയ. ഈ പാനപാത്രം കുടിക്കണമെന്നുള്ളത് അപ്പന്റെ ഇഷ്ടമായതുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ, അവൻ ഉപവസിച്ചില്ലേ? എന്തുകൊണ്ട് ഈ പാനപാത്രം നീങ്ങുന്നില്ല? ഇത് കുടിക്കണമെന്നുള്ളൊരു നിയോഗം യേശുവിന് ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ നീങ്ങത്തില്ല. സ്തോത്രം. നാമും പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നില്ലേ? പ്രാർത്ഥിച്ചിട്ടും നീങ്ങാത്ത എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്നു. പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും ലഭിക്കാത്ത എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. രാത്രികാലം പറയാമോ? ഹല്ലേലൂയ. ഗത്സമനയിലൂടെ കടന്നു പോകുന്ന യേശു പ്രാർത്ഥിച്ചു പ്രതികൂലം മാറുവാൻ. പക്ഷെ അത് കുടിക്കണമെന്നുള്ളത്, ആ പാനപാത്രം കുടിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമായതുകൊണ്ട് ആമേൻ അതിനെ തകർത്ത് കളയുവാൻ ആർക്കും പറ്റുകയില്ല. അത് കുടിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് നീ നടന്നു പോകുന്ന പ്രശ്നങ്ങൾ പലവിധമാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, പലവിധമാകുന്ന വേദനകളായിരിക്കാം, പലവിധമാകുന്ന നിന്ദകളായിരിക്കാം. പക്ഷെ അതിന് നടുവിൽ പിറുപിറുക്കരുതേ, അതിന് നടുവിൽ യേശുവിന് വിട്ടിട്ട് പോകരുതേ. കഷ്ടത വരട്ടെ, നഗ്നത വരട്ടെ, ആപത്ത് വരട്ടെ, എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റുവാൻ പറ്റുകയില്ല. ആ യേശുവിനോടുള്ള സ്നേഹം, യേശു നമ്മെ സ്നേഹിച്ചില്ലേ? പാട്ടുകാരൻ പാടി, തേടി വന്നു ദോഷിയാം എന്നെയും നാഥ. ഹല്ലേലൂയ. ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി. ഹല്ലേലൂയ. മന്നവ വർണ്ണിപ്പാൻ എളുതല്ല എനിക്ക്. ഹല്ലേലൂയ. എത്ര നാമ യേശുവിനെ തേടിപ്പോയതാണോ? ഇല്ല. ആമേൻ. ഒരിക്കലുമില്ല. യേശു നമ്മെ തേടി വന്നതാ. ആമേൻ. ഹല്ലേലൂയ. നിർത്തിയിടുക കളങ്കമറ്റ യേശുവേ, കറയില്ലാതെ തന്നെ. ആമേൻ. കറയില്ലാതെ നിൽക്കുവാൻ കർത്താവിൽ ആശ്രയിച്ചെങ്ങനെ പറ്റുകയുള്ളൂ. ആമേൻ. ദോഷികളായിരുന്ന നമ്മെ, ഹല്ലേലൂയ, പാപികളായിരുന്ന നമ്മെ, ആമേൻ, പുറംപറമ്പിൽ കിടന്ന നമ്മെ, ഹല്ലേലൂയ, ആമേൻ, ആർക്കും വേണ്ടാതെ കിടന്ന നമ്മെ, ഹല്ലേലൂയ, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി പുതിയൊരു പാട്ടു തന്നു. എന്റെ ദൈവത്തിന് സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ. ആമേൻ. 40-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, നാശകരമായ കുഴി, ആമേൻ, സ്തോത്രം, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഇന്നും അനേകർക്ക് സമാധാനമില്ലാതെ കിടക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ, തലമുറയോർത്ത് കരയുന്ന എത്രയോ മാതാപിതാക്കൾ. ഹല്ലേലൂയ. അതിന്റെ നടുവില് ദൈവം നമുക്ക് സമാധാനം തന്നെങ്കിൽ, ദൈവം നമുക്ക് സന്തോഷം തന്നെങ്കിൽ, ദൈവം നമുക്ക് ആരോഗ്യം തന്നെങ്കിൽ, ആമേൻ, ആ ദൈവത്തെ മറന്നു പോകരുതേ. ആ ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ നമുക്ക് അധികാരമില്ല. പലപ്പോഴും ദൈവസഭയിൽ ചോദിക്കുക, ആമേൻ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാനാ. ആമേ, ഈ പ്രതികൂലം വിശ്വസിക്കേ. 2021 ആരംഭ ദിവസങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചനയാ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇവിടെ കലങ്ങിയ ഒത്തിരി ഹൃദയത്തെ ആമേ ചില മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി യേശു കർത്താവ്. ആമേ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് ഹൃദയം കലങ്ങി നൊന്ത് അവിടെ നിലവിളിച്ചു. പക്ഷേ ആമേ, സ്തോത്രം, ഇതാ യേശുവിന്റെ ക്രൂശീകരണത്തിന് മുന്നേ ആമേ ഹൃദയം നുറുങ്ങി അവൻ പ്രാർത്ഥിക്കുക, അവൻ കരയുക, അവൻ ആമേ യാചിക്കുക. സ്തോത്ര. അവന്റെ അങ്കിക്ക് വേണ്ടി അവർ ചീട്ടിട്ടു. സ്തോത്ര. ദാഹജലം ചോദിച്ചു. ആമേ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആമേ, സ്തോത്ര, ഹല്ലേലൂയ, കൈപ്പുനീർ അല്ലെങ്കിൽ ആമേ, സ്തോത്രം, കുടിപ്പാൻ കൊടുത്തു. ആമേ, ഒരു കാലത്ത് ജീവജല നദി എന്നിൽ ഉണ്ടെന്നും ആമേൻ, ഹല്ലേലൂയ എന്ന് ആമേ ശമരിയ സ്ത്രീയോട് പറഞ്ഞ യേശു കർത്താവ് ഇതാ ആമേ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വാവിട്ട് ചോദിച്ചിട്ട് പോലും വെള്ളം പോലും
പോലും കൊടുത്തില്ല. അവനോട് കരുണ തോന്നിയില്ല, അവനോട് ദയ തോന്നിയില്ല, അവനോട് അനുകമ്പ തോന്നിയില്ല. സ്തോത്ര. എന്താ അവൻ ചെയ്ത തെറ്റ്? സ്തോത്ര. ഒരു തെറ്റും ചെയ്തില്ല. പല കോടതികൾ മാറി മാറി വിസ്തരിച്ചു. എല്ലാവരും ഒരുപോലെ പറഞ്ഞു, ഇവരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അവൻ എന്നിട്ടും ഇതെല്ലാം യേശു കർത്താവ് അനുഭവിച്ചു തന്റെ ജീവിതത്തിനകത്ത്. ക്രൂശിന് 7 മൊഴികൾ നമുക്കറിയാമല്ലോ. എനിക്ക് ദാഹിക്കുന്നുവെന്നോ. സ്തോത്രം. സകലവും നിവൃത്തിയായി. എന്റെ പിതാവേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിച്ച് അവസാനം പറഞ്ഞു, ഹല്ലേലൂയ, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു സ്വന്തം തോളിൽ തലചായ്ച്ച് ജീവനെ വെടിഞ്ഞ്. പക്ഷേ ഹല്ലേലൂയ, അവൻ മരിക്കുമ്പോൾ പ്രകൃതി പോലും കണ്ണടച്ചിരുന്നു. സ്തോത്ര. പ്രകൃതിക്ക് മാറ്റം വന്നു. സ്തോത്ര. സമയത്തിന് മാറ്റം വന്നു. ഭൂകമ്പമുണ്ടായി. ഹല്ലേലൂയ. കല്ലറകൾ തുറന്ന് നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇരുണ്ട് സൂര്യൻ പോലും കണ്ണു പൊത്തിപ്പോയി. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല അത് കീറുവാനിടയായി തീർന്നു. സ്തോത്ര. ഇതൊക്കെ സംഭവിച്ചപ്പോൾ ചില വ്യക്തികൾ പറഞ്ഞു, ഇവൻ സാക്ഷാൽ മശിഹ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. നമ്മളത് ഗ്രഹിക്കണം. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. മരണത്തിൽ പോലും ആക്ഷേപിക്കുവാൻ, നിന്ദിക്കുവാൻ, ഹല്ലേലൂയ, കള്ളന്മാരുടെ നടുവിൽ അവനെ സ്തോത്ര ക്രൂശിക്കപ്പെടുത്തി. സ്തോത്ര. പക്ഷേ യേശു ഇതാ അവൻ അധിക നാൾ കല്ലറയ്ക്കുള്ളിൽ ഇരുന്നില്ല. 3-ാമത്തെ ദിവസം പ്രഭാതത്തിൽ അവൻ ഉയരങ്ങളിലേക്ക് കയറിപ്പോയി. ഉയർപ്പിന്റെ ശക്തിയാ നമ്മെ അവൻ ഉയർപ്പിക്കുവാൻ ശക്തനായ ദൈവമാണ്. പാതാള ഗോപുരങ്ങൾക്കോ മരണത്തിന്റെ ഒന്നിനും അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇന്നും യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുക. യേശു അവിടെ ഇല്ല എന്ന് വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു യേശുവിനെ കണ്ടുപിടിക്കുക, ജീവിച്ചിരിക്കുന്ന യേശുവിനെ ആരാധിക്കുക, ജീവിച്ചിരിക്കുന്ന ദൈവത്തെ അറിയുവാൻ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവം നൽകിയ അവസരത്തെ 2021 നാം പൂർണ്ണമായി വിനിയോഗിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം. രാത്രികാലം നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിയണമേ. എന്നെ ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം ശോധന ചെയ്ത് അറിയുന്ന കർത്താവ്, ഇനി രാത്രികാലം നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ? നിങ്ങൾ ഏത് വിഷമത്തിലായിരുന്നാലോ, ഏത് പ്രശ്നത്തിലായാലും സ്തോത്രം, കലങ്ങണ്ട, ഭാരപ്പെടണ്ട. കർത്താവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിച്ചാ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. രക്ഷ പ്രാപിക്കണമോ? യേശുവിൽ വിശ്വസിക്കേ. പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ നിന്ന് മടങ്ങി വാ. പലതവണ ദൂതുകൾ കേട്ടു, പലതവണ ആലോചനകൾ കേട്ടിട്ട് കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് നീ മുന്നോട്ട് പോകരുതേ. എന്നെ വേദനിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 2 പേർ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായി ഭാരപ്പെടുന്നു. സ്തോത്രം. അവർക്ക് ആരാധിക്കുവാൻ ദൈവം അവസരം കൊടുത്ത്. ഒന്ന് എന്റെ അമ്മയുടെ സഹോദരൻ. ഹല്ലേലൂയ. പുള്ളിയുടെ ഭവനത്തിനകത്ത് പ്രാർത്ഥന വച്ചിട്ട്, ആരാധന വച്ചിട്ട്, പ്രാർത്ഥനയ്ക്ക് ഇരിക്കാതെ കൂട്ടുകാരോടൊത്ത് കുടിച്ച് മദ്യപിച്ച് ഹല്ലേലൂയ അവിടെ ഇരുന്ന് സമയം കളഞ്ഞു. പക്ഷേ ഇന്ന് കേൾക്കണമോ? വൃക്കയ്ക്ക് കംപ്ലൈന്റ് ആയി. ഹല്ലേലൂയ. 2 വൃക്കയും പോയി. സ്തോത്രം. ഇപ്പൊ പ്രാർത്ഥന വേണം. ഇപ്പൊ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ വേറൊരു സഹോദരൻ കുടുംബത്തിനകത്തുള്ളതാ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മുങ്ങി സ്നാനമെടുത്തിട്ട് പള്ളിയിൽ പോകത്തില്ല, മദ്യപിച്ച് ശമ്പു വെച്ച് ഹല്ലേലൂയ അങ്ങനെ നടന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി. കീറിക്കളയുന്ന ദൈവം. മറന്നു പോകരുതേ. ഈ ദൈവത്തെ ഉപേക്ഷിച്ചു പോകരുതേ. ഈ ദൈവത്തെ കളഞ്ഞിട്ടു പോകരുതേ. മുള്ളായാലും മുറുകെ പിടി. നിത്യത എന്ന് പറയുന്ന ഒരു തുറമുഖം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിനെന്ന് പറഞ്ഞ കർത്താവ്, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്തൊരു ദേശം, കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഞാൻ പോകുന്നിടത്ത് നിങ്ങളെ ഇരുത്തുവാൻ അവനിതാ 2ാമത് വരുവാൻ പോകുക. വിശ്വാസമുണ്ടോ? അവൻ വരുവാൻ പോകുക, വേഗം വരുവാൻ പോകുക. അവന്റെ വരവിൽ പ്രത്യാശയുണ്ടോ? ഞാൻ എടുക്കപ്പെടും. ഈ കർത്താവ് ഇപ്പോൾ വന്നാൽ ഞാൻ എടുക്കപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ രാത്രി ഞാൻ
ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും? എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ പറയുവാൻ കഴിയും? പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത്, പള്ളിയിൽ പോയതൊക്കെ വെറുതെ. രണ്ട് ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്, ഒറ്റ ചാൻസേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവല്ലെങ്കിൽ മരണം. എവിടെ പോകും? നിത്യതയാണോ? നിത്യശിക്ഷാവിധിയാണോ? റീബാന ശഖാന ഹത്തുരെ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ വിടേണ്ടത് ചിലത് വിട്ട് എടുക്കേണ്ടതിനെ എടുത്തുകൊണ്ട് നിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടുമ്പോൾ ഹൃദയത്തെ കലക്കുന്ന പ്രശ്നങ്ങൾ വരൂ. അതിന് നടുവിൽ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ഹൃദയം കലങ്ങിപ്പോകരുതേ. ഹൃദയം കലങ്ങിയാൽ അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന്. ഹൃദയം കലങ്ങിയാൽ എല്ലാം പോകും. അതുകൊണ്ട് ദൈവാത്മാവ് വചനത്തിലൂടെ ഈ 2021 നിങ്ങളോട് ആഹ്വാനം ചെയ്യാം. ഹൃദയം കലങ്ങരുത്, ഹൃദയം വേദനപ്പെടുത്തരുത്. ഹൃദയം സ്തോത്രം ആശ്വസിപ്പിക്കുന്ന ഒരു അരുമ മണവാളൻ യേശുവുണ്ട്. അവന്റെ മാർവിൽ ചേരണം. കണ്ണുകൾ അടയ്ക്കാം. എന്റെ പിതാവിന്റെ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങൾ, അനേക വാസസ്ഥലം എന്നല്ല അവിടെ പറയുന്നത്, ബഹുവചനമാ. സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അനേക വാസസ്ഥലങ്ങൾ, അനേക വാസസ്ഥലങ്ങൾ. അവിടെ എത്തിച്ചേരുവാൻ ഇവിടത്തെ ചിലതിനെ നീ വിടണം. ലോകത്തെയും ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. പിതാവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന്റെ മായ വലയങ്ങൾക്ക് അകപ്പെടുത്തി ലോകത്തിന്റെ ചിന്തകൾക്ക് പോകുന്ന ഒരു അനുഭവങ്ങളിൽ കൂടെ പോകുമ്പോൾ ഞാൻ പറയട്ടെ, ലോകത്തെ സ്നേഹിക്കരുത്. ദൈവ പൈതലിനെ സ്നേഹിക്കുവാൻ ഹല്ലേലൂയ വചനമുണ്ട്. ഇത് രാവും പകലും ധ്യാനിക്ക്. ഇത് രാവും പകലിന്റെ വചനം വാക്യകത്ത് വരട്ടെ, അധരങ്ങൾക്കകത്ത് ഇത് വരട്ടെ. ഇതിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. ഇതിനെ നീ മാനിച്ചാൽ ഇത് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ഈ രാത്രികാലം കൂടുതലൊന്നും ഞാൻ മുന്നോട്ട് പറയുന്നില്ല. കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. നിങ്ങളുടെ വലത് കരം നെഞ്ചത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാമോ എന്നോട് കൂടെ ചേർന്ന്? ഹല്ലേലൂയ. ഞാൻ വലിയ പ്രാസംഗികമൊന്നുമല്ല, പക്ഷേ ഈ ദിവസങ്ങളിൽ ഒത്തിരി കോളുകൾ വരാറുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ആശ്വാസമാണ്. ഹല്ലേലൂയ. അവിടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ പറയുക ഹല്ലേലൂയ, ഒരു വല്ലാത്തൊരു ആശ്വാസം, വല്ലാത്തൊരു അനുഭവം. ഹല്ലേലൂയ. എന്തോ ഒരു സ്തോത്ര അനുഭവമാ എന്ന് വെച്ചാൽ അവർക്ക് ആശ്വാസം ലഭിക്കുക. ഒരു കഴിവുകളും പറയുവാനില്ല, ഒരു ശ്രേഷ്ഠതകളും പറയുവാനില്ല. ഇന്ന് രാത്രി കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഹൃദയം കലങ്ങിപ്പോകരുത്. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലൈഫ് വിഷൻ ടിവിയിലൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം, കർത്താവെ ഒരു യോഗ്യതകളും പറയുവാനില്ലാത്ത അടിയനെ കൊണ്ട് കർത്താവ് സംസാരിപ്പിച്ചതിനായി സ്തോത്രം. കഴുതയോട് കൂടെ ഇരുന്ന കർത്താവ്, കഴുതയോട് കൂടെ ഇരിക്കുക മാത്രമല്ല, കഴുതയെ കൊണ്ട് സംസാരിച്ച ദൈവം ഈ രാത്രി കാലം കർത്താവെ ബുദ്ധിയും ശക്തിയും അറിവും കഴിവും കർത്താവെ ഒന്നും പറയുവാനില്ലപ്പാ. എങ്കിലും പരിശുദ്ധാത്മാവ് ഉള്ളത്തിനകത്തിട്ട ചിന്തകൾ ഈ കർത്താവെ ലൈഫ് വിഷൻ ടിവിയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് കർത്താവെ, പലതും പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. കർത്താവേ, ഈ പ്രസംഗം എല്ലാവർക്കും ആശ്വാസമായി തീരട്ടെ, ഇത് അനുഗ്രഹമായി തീരട്ടെ. ഹൃദയം കലങ്ങിയിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം ഈ രാത്രികാല ദൈവം പകരണമേ. മക്കളെ കൊണ്ട് കർത്താവെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവെ മരണം വീട്ടിനകത്ത് സംഭവിച്ച് വിങ്ങിപ്പൊട്ടുന്ന വിഷമത്തിലായിരിക്കുന്നവർ, മറക്കുവാൻ കഴിയാത്ത സംഭവങ്ങൾ കൺമുമ്പിൽ കടന്നു വന്നിട്ടും ഹൃദയം മുറുങ്ങിയിരിക്കുന്നവർ, ദൈവ സമീപസ്ഥനവരോട് കൂടെ ഇരിക്കണമേ. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ 2021 രണ്ടാമത്തെ ദിവസം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ മേൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. ഏലിയാവിന്റെ ശുശ്രൂഷയ്ക്ക് പരാജയമായി നിന്ന് ഇസബേലിനെ തകർത്തുകൊണ്ട് ഒരു യേഹൂവിനെ ദൈവം അഭിഷേകം ചെയ്തതുപോലെ ചിലതിനെ അഭിഷേകം ചെയ്ത് പുറത്തെടുത്തുകൊണ്ട് 2021 ഒരു വർഷം കൂടെ നിൽക്കട്ടെ. മേലിൽ ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഒരു വർഷം കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുക. ഫലം കായ്ക്കണം, ഫലം കായ്ക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കും. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളെ സഹായിക്കും. നിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം കർത്താവിന്റെ വചനം ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന ഹല്ലേലൂയ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ ആമേൻ കൂടപ്പുറപ്പുകൾക്ക് എല്ലാവർക്കും, സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ആമേൻ കർത്താവിന്റെ ശ്രേഷ്ഠ ദേവദാസൻ ആമേൻ ഹല്ലേലൂയ ദേവദാസനോടും കുടുംബത്തോടുമുള്ള ആമേൻ പ്രത്യേക നന്ദി ഞാൻ ഈ ധരണത്തിൽ ഓർപ്പിക്കുന്നു. തന്റെ ആമേൻ ഈ പേജിനെയും തന്റെ ആമേൻ പ്രവർത്തനങ്ങളെയും കുടുംബത്തെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ ചെയ്ത ആമേൻ പ്രാർത്ഥനകൾ, ആമേൻ ഇതിൽ കൂടെ ഒക്കെ ചെയ്ത ലൈവുകളൊക്കെ അനേക രാജ്യങ്ങൾ, അനേക വ്യക്തികളുടെ ജീവിതങ്ങൾക്കകത്ത് ആശ്വാസമായി തീരട്ടെ. ഇത് കേൾക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കരുത്. പറയുക എന്നുള്ളൊരു ദൗത്യം നമ്മുടെ മേൽ കിടപ്പുണ്ട്. ആർക്കും തെറ്റി ഒഴിയാൻ പറ്റുകയില്ല. പറയേണ്ട ദൗത്യം നാം പറയുക, ചെയ്യേണ്ടത് ദൈവമാണ്. നാം പറയുമ്പോൾ ദൈവപ്രവൃത്തി അവിടെ ജീവിതങ്ങൾക്കകത്ത് വരും. അതുകൊണ്ട് ആരും ഭാരപ്പെടണ്ട. ആമേൻ ഈ രാത്രികാലം ആമേൻ സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, നന്മകളെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.